എന്തൊക്കെയായിരുന്നു കിടക്കുന്ന കിടപ്പ് കണ്ടില്ല. TDP CDP-ക്കാരാ അവരൊരുപാട് പേരുണ്ടെന്ന് തോന്നുന്നു. ഇത്രയും പോലീസുകാരെ വെച്ച് എന്തുണ്ടാക്കാനാ? ഇങ്ങോട്ടാ ആലമാരയിൽ ടോർച്ചുണ്ട്, അതിങ്ങെടുക്ക. ഇത്രയും ബന്ധമുള്ളപ്പോ ഇതിനാ ടോർച്ച്? രമണി, അതെ ബാലിസാറിനോട് പറഞ്ഞിട്ട് കുറച്ചുപേരോട് വരാൻ പറഞ്ഞാലോ? എന്താ സഖാവേ? നിന്റെ അമ്മ ചതിച്ചു. സഖാക്കളെ, കമ്മ്യൂണിസ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടി ഏറ്റവും നിർണായകമായ ചരിത്രപ്രധാനമായ ഒരു ഉപതെരഞ്ഞെടുപ്പാണ് ആയിക്കരയിൽ നേരിടാൻ പോകുന്നത്. ബൂർഷ്വാ ഫാസിസ്റ്റ് കക്ഷികളുടെ ചട്ടുകമായി മാറിയ ഒരു വർഗവഞ്ചകനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് എതിരിടാനുള്ളത്. ഇന്ന് CDP സംസ്ഥാന കമ്മിറ്റി ഏകകണ്ഠമായി തീരുമാനിച്ച ആയിക്കരയിലെ നമ്മുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപന ചടങ്ങ് ധീര രക്തസാക്ഷി സഖാവ് രാഘവന്റെ വീടിന് മുമ്പിൽ വെച്ച് നടത്തുവാനാണ് ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. ഞാൻ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയാണ്. രക്തസാക്ഷി സഖാവ് രാഘവന്റെ വിധവ സഖാവ് രാഗിണി രാഘവൻ. നമ്മുടെ സ്ഥാനാർത്ഥി സഖാവ് രാഗിണി രാഘവൻ നിങ്ങളോട് സംസാരിക്കും. പ്രിയപ്പെട്ട സഖാക്കളെ, പാർട്ടി ഏൽപ്പിക്കുന്ന ഏത് കടമ നിർവഹിക്കാനും എനിക്ക് ബാധ്യതയുണ്ട്. പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴും ശരിയായിരിക്കുമെന്നും എനിക്കറിയാം. ലാൽ സലാം.
എന്ത് തോന്നുന്നു? സംഗതി പോസിറ്റീവ് അല്ലേ? അല്ല സാർ, അട്ടർ നെഗറ്റീവാണ്. അതെന്താടോ ഒരു കോൺഫിഡൻസ് ഇല്ലാതെ? ഓപ്പോസിറ്റ് അമ്മയല്ലേ, അതുകൊണ്ടായിരിക്കും. അമ്മയല്ല, ഓപ്പോസിറ്റ് അച്ഛൻ നിന്നാലും ഞാൻ ജയിക്കും സാർ. പിന്നെന്താടോ? NSPയുടെ മുഴുവൻ വോട്ടും എനിക്ക് കിട്ടിയാൽ. ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി. ഞാൻ ഉഴപ്പുന്നു അല്ലേ? അയ്യോ, ബാനു സാർ ഉഴപ്പൊന്നല്ല. NSPയുടെ മുഴുവൻ വോട്ടും ബാനു സാർ എതിർ പാർട്ടിക്ക് മറിക്കും എന്ന് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. രാമനുണ്ണി, മൂത്ത് നോക്കി പോക്കരുതെന്ന് പറയുന്നു. രാമനുണ്ണി, മര്യാദ വിടാതെ സംസാരിക്കുക. സോറി സാർ. ഞാൻ ജയിക്കുന്ന സാർ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. ഞാൻ മാനുമായിട്ട് സംസാരിക്കട്ടെ. ചെല്ല്. ആ, പോട്ടെ. അതെ, തോറ്റാ പിന്നെ രാമനുണ്ണിയുടെ രാഷ്ട്രീയ ഭാവി. തോൽക്കാതിരിക്കാൻ ശ്രമിക്കാടോ. എന്താ താൻ ശ്രമിക്കൂലേ? അത് പിന്നെ പറയാനുണ്ടോ? പറച്ചിൽ കുറവും ചെയ്ത്ത് കൂടുതലും, അതാണ് വേണ്ടത്. എങ്ങനെ? അല്ല, താൻ വരുന്നില്ലേ ഫുട്ബോൾ കളിയാണ്? ആ, ബെസ്റ്റ്. നാളെ ഇലക്ഷൻ കൺവെൻഷനാ. ഒരുപാട് പണി ബാക്കി കിടക്കുക. അതിനിടയിൽ ഈ ഫുട്ബോൾ വേണോ? വാ. നാളെയല്ലേ കൺവെൻഷൻ? ഇന്ന് കളിയുടെ ഫൈനലാടോ. ഏറനാട് സ്റ്റാലിയൻസിന് വേണ്ടി മുമ്പ് ഞാൻ കളിച്ചിട്ടുള്ളതാ. താനൊന്ന് ഫ്രഷായി നിൽക്ക്, ഞാൻ വന്ന് കൂട്ടിക്കോളാം. ഓ, അപ്പം ഞാൻ റെഡിയായിരിക്കാം. പ്രിയമുള്ള ഫുട്ബോൾ പ്രേമികളെ, ചേമ്പാറ മൈതാനിയിൽ കാൽപന്ത് കളിയുടെ രാജാക്കന്മാരുടെ ഉജ്ജ്വല പോരാട്ടത്തിന് അല്പനിമിഷങ്ങൾക്കകം തുടക്കമാകുവാൻ പോകുന്നു. ഇന്നത്തെ വാശിയേറിയ കലാശ പോരാട്ടത്തിൽ ഏറ്റുമുട്ടുന്ന ടീമുകൾ ഏറനാട് സ്റ്റാലിയൻസും മലപ്പുറം ഡെൽറ്റ ഫോഴ്സും. ടീമംഗങ്ങളെ പരിചയപ്പെടുന്നത് പ്രമുഖ വ്യവസായിയും പാലക്കാട് ഫുട്ബോൾ ലീഗിന്റെ രക്ഷാധികാരിയുമായ ശ്രീ ടോമിച്ചൻ അവറുകൾ. ഞങ്ങളുടെ സീറ്റ് പോലീസുകാർക്ക് അലോട്ട് ചെയ്തിരിക്കുന്നു. ഞങ്ങളും കാശ് കൊടുത്തിട്ടല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. പോലീസുകാരോ? എവിടെ ആ ചാട്ടം എടുത്തേ? എന്റെ ചന്ദ്രേട്ടാ, അത് നോക്കിയിട്ട് ഒരു കാര്യമില്ല. DYSP പോൾസൺ സാറ് പറഞ്ഞിട്ടാ നമ്മുടെ രാമനുണ്ണിക്ക് കൂടെ വരുന്ന പോലീസുകാർക്ക് വേണ്ടി ഇട്ടേക്കുന്ന. അവരെ ഇരുത്തിയില്ലെങ്കിൽ കോടതി ലക്ഷ്യം ആവുമെന്ന്. ഇതിനെ കൊണ്ട് ശല്യമായല്ലോ. നിങ്ങൾ ബേജാറാവണ്ട. എടോ, അഡീഷണൽ സീറ്റ് റെഡിയാക്കി അവരെടുത്ത്. അത് തന്നെയല്ലേ ചന്ദ്രേട്ടാ ഞങ്ങൾ ചെയ്യാൻ നോക്കുന്നത്. അതിനിടയ്ക്ക് ബഹളം വെച്ചാൽ എങ്ങനെ? ചേട്ടാ വാ. 2 ദിവസം കണ്ടോ ആ ഹൈറ്റ് പേടിയിലെ മോളിൽ പോയി ഫുട്ബോളിന്റെ ആവേശക്കടലാക്കി മാറ്റി സ്ത്രീകളും കുട്ടികളും പ്രായഭേദമന്യേ മുഴുവൻ ബഹുജനങ്ങളും അടങ്ങുന്ന ആയിരക്കണക്കിന് ഫുട്ബോൾ പ്രേമികളാണ് നമ്മുടെ ക്ലബിന്റെ ഒരു റിക്വസ്റ്റ് ഉണ്ട്. ചെറിയൊരു കാര്യം. ആദ്യത്തെ കുറച്ചു നേരം ഒരു 10 മിനിറ്റ് മതി. ഒന്ന് കമന്ററി പറഞ്ഞു സാർ. ഞാനൊട്ടും പ്രിപ്പയർഡ് അല്ല. അതൊന്നും സാരമില്ല. അയ്യോ സാരമില്ല. അതൊന്നും കുഴപ്പമില്ല. ശരിയാവില്ല. വേണ്ട. ചേട്ടാ വാ ചേട്ടാ, 10 മിനിറ്റ് മതി. പോയാലോ? ചിലപ്പോൾ കുറച്ച് വോട്ട് പിടിക്കാൻ പറ്റില്ല. പിടിക്കാൻ പറ്റുമോ? സ്ഥിരം ചെയ്യുന്നതല്ലേ? ആയിക്കോട്ടെ, പിടിച്ചേക്കണേ. കഴിഞ്ഞ വർഷം നമ്മളെ ഹലോ ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. ഈ ഫൈനൽ മത്സരത്തിന്റെ ആദ്യ മിനിറ്റുകളിലെ കളി പറയുന്നത് ഏറനാട് സ്റ്റാലിയൻസ് ടീമിന്റെ മുൻ ക്യാപ്റ്റനും കേരള ടീമിന്റെ സെന്റർ ഫോർവേഡുമായിരുന്ന നമ്മുടെ മുൻ MLA രാമനുണ്ണി അവറുകളാണ്. ചേട്ടാ തുടങ്ങിക്കോ, വിളിച്ചിരിക്കും. തൂക്കുന്നുള്ള കാര്യം ഉറപ്പായി. വെറുതെ അവിടെ അങ്ങനെ ഇരുന്നാൽ മതിയായിരുന്നു. തോന്നുന്നല്ല, ആർപ്പുവിളികളാ സത്യം. സാറിന് കളിയും താല്പര്യമില്ല? പണ്ടുണ്ടായിരുന്നു, ഇപ്പോ പ്രായം ചെല്ലുന്തോറും അങ്ങനെ. സാർ, ഞാൻ ഫുട്ബോളാണ് ഉദ്ദേശിച്ചത്. പ്രിയമുള്ളവരെ, നമ്മളെ ആവേശം കൊള്ളിക്കുന്ന കളി ആരംഭിക്കുകയാണ്. ചോരപുരണ്ട കൈകളിൽ മൈലാഞ്ചിക്കറ വീണ ഏറനാടിന്റെ കരുത്തന്മാരുടെ ഉജ്ജ്വല പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. ചാട്ടുളി പോലുള്ള ഷോട്ടുകളും കുറിയ പാസുകളുമായി സ്റ്റാലിയൻസ് മഞ്ചേരിയുടെ നൗഷാദ്. അതെ, നൗഷാദാണ് എതിരാളികളുടെ ഗോൾ വലയത്തിലേക്ക് കുതിക്കുകയാണ് ഇപ്പോൾ. കാണികളിൽ ആവേശം തിരയിളക്കി ഇരു ടീമുകളും കൊടുക്കാറ്റായി മാറുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ കളി ഇങ്ങനെ കമന്ററി പറഞ്ഞു തീർക്കാതെ ഗാലറി പോയി കളി കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഗാലറിയിലേക്ക് നീങ്ങുകയാണ്. നിങ്ങളുടെ സ്നേഹമുള്ള ഓരോ വോട്ടും എനിക്ക് തന്നെ നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. രാമനുണ്ണിയാ കമന്ററി പറയുന്നത്. അയാൾ കേരള ടീമിൽ ഉണ്ടായിരുന്നപ്പോൾ ഒരു കളി ഞാൻ കണ്ടിട്ടുണ്ട്. ഫൗളിന്റെ ഉസ്താദാ. അന്നൊരു റെഡ് കാർഡ് കിട്ടി. ക്ഷണിക്കുകയാണ് ഡെൽറ്റ ഫോഴ്സിന്റെ ഗോപിയുടെ പിഴവിനെ മുതലെടുത്തുകൊണ്ട് നൗഷാദിന്റെ ശക്തമായ ഡെൽറ്റ ഫോഴ്സ് ഗോളി ഡെസ്റ്റിൻ അതിസമർത്ഥമായി രക്ഷപ്പെടുത്തിയിരിക്കുകയാണ്. വീണ്ടും ഏറനാടൻ സ്റ്റാലിയൻസിന്റെ മുന്നേറ്റം. 7-ാം നമ്പർ താരം ജാബിർ കൊടുത്ത പാസിലൂടെ അതിമനോഹരമായി ഗോൾ നേടിയിരിക്കുന്നു. ഫുട്ബോൾ പ്രേമികളിൽ അനുഗ്രഹീതമായ ഏറനാടൻ സ്റ്റാലിയൻസ് കരുത്തരായ ഡെൽറ്റ ഫോഴ്സിന്റെ ഗോൾ വലയെ ചലിപ്പിച്ചുകൊണ്ട് ആദ്യ
ഏറനാടൻ സ്റ്റാലിയൻസ് കാണികളുടെ ആവേശവും അനുഭവവും ഏറ്റുവാങ്ങുന്ന കാഴ്ചയാണ് സെക്കൻഡ് ഹാഫിൽ ഇരിക്കുന്നത്. ഇപ്പോഴും നമ്മുടെ ഫൈനൽ മത്സരം കാണാനെത്തിയിരിക്കുന്നത് CDP സ്ഥാനാർത്ഥി സഖാവ് രാഗിണി രാഘവനാണ്. അവരെ ബഹുമാനപൂർവ്വം ഗാലറിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മളിങ്ങനെ ഓളം ഉണ്ടാക്കി വന്നാൽ മതിയായിരുന്നു. പക്ഷേ ഈ ബുദ്ധി എനിക്ക് തോന്നിയില്ലല്ലോ. ജോറായിരിക്കും. ഞാൻ കമന്ററി പറയാൻ പോയപ്പോൾ കോലുതാൻ കേട്ടല്ലേ? കേട്ടു. പറ്റാത്ത പണിക്ക് പോണ്ടെന്ന് പറഞ്ഞല്ലേ? മോഹൻ എന്ത് പറ്റി? ഹാർട്ട് അറ്റാക്ക് അടിച്ചോ? അയാൾക്ക് എവിടുന്ന ഹാർട്ട്? എന്ത് പറ്റിയത്? ആംബുലൻസ് വിളിക്കാൻ പറയൂ. സ്പോർട്സ് കൗൺസിലിലെ ഡോക്ടർമാരും ഇല്ലേ ഇവിടെ? ഒന്ന് മാറ്. എക്സ്ക്യൂസ് മീ. മാറ്. He shot. ആരോ വെടിവെച്ചതാ. വെടിവെക്കേ? ഈശോയെ, ഇനി ഇവിടുന്ന കുഴപ്പാ. He's dead. കൂടുതൽ ഫോഴ്സിലേക്ക് നേരെ വണ്ടി വീട്ടിലേക്ക് എടുക്കണം. ഈസി, ഇത് കളി വേറെയാ. ഇനി വീട്ടിൽ നിൽക്കണം. അപകട. ഡ്രസ് എടുക്കണം. വണ്ടി എടുക്കണം. വണ്ടി എടുക്കുക. അവരുടെ ഭാഗത്ത് നിന്ന് എന്ത് പ്രകോപനം ഉണ്ടായാലും ചിലപ്പോൾ നമ്മുടെ ഓഫീസ് കത്തിക്കും. നമ്മുടെ പ്രവർത്തകർക്കെതിരെ ആക്രമണം ഉണ്ടാവും. നമ്മളെല്ലാവരും സംയമനം പാലിക്കണം. രാമനുണ്ണി, നാളത്തെ കൺവെൻഷൻ നമ്മൾ മാറ്റിവെക്കുക. ഇലക്ഷൻ കമ്മീഷന്റെ തീരുമാനം അറിഞ്ഞിട്ട് മതി ബാക്കി. പിന്നെ സൂക്ഷിക്കണം. താനാ ഗാലറിയിലുണ്ടായിരുന്നല്ലേ? ഇതവനാ, എനിക്ക് ഉറപ്പാ. ഇത് ചെയ്തത് രാമനുണ്ടിയാ. എന്താ? ഒരാഴ്ച മുമ്പ് എന്റെ നേരെ തോക്ക് ചൂണ്ടി ഓൻ പറഞ്ഞതാ ഇതുപോലെ മോഹന്റെ നേരെ ചൂണ്ടും, അത് പൊട്ടിക്കാനായിരിക്കുന്നു. ഇയാളുടെ സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ തന്നെ. സർ, ദീപക്, പ്രൊട്ടക്ഷനുള്ള PC വിളിച്ച് രാമനുണ്ണി എവിടെയാണെന്ന് അറിയാം സർ. അയാൾക്ക് പ്രൊട്ടക്ഷനുള്ള സഫീഷ്യന്റ് ഫോഴ്സ് അറേഞ്ച് ചെയ്യണം റൈറ്റ് നൗ സർ. എന്ത് വന്നാലും ആൾക്കൂട്ടം ഈ ഭാഗത്തേക്ക് കടക്കാതിരിക്കാൻ നിങ്ങളുടെ ആൾക്കാർ നോക്കണം. ഫോഴ്സ് വരുന്നത് വരെ, ഇല്ലെങ്കിൽ ഉള്ള എവിഡൻസ് നഷ്ടപ്പെടും. ഈ 3 ഗാലറികളുടെ റിസർവേഷൻ ചാർട്ട് ഉടനെ കളക്ട് ചെയ്യണം സർ. കളി കവർ ചെയ്ത ചാനലുകാരുടെ മുഴുവൻ ഫുട്ടേജും ഇന്ന് തന്നെ പോലീസിന് ഹാൻഡ് ഓവർ ചെയ്തിരിക്കണം സർ. ദീപകെ സർ, ഉടനെ ഇലക്ഷൻ കമ്മീഷനെ ഇൻഫോം ചെയ്തോളൂ സർ. റിസർവേഷൻ ചാർട്ട് നോക്കി ഈ ഗാലറിയിലുള്ളവരെ മാത്രം ഒരാളും ചോരാതെ ഗ്രൗണ്ടിലേക്ക് മാറ്റി നിർത്ത്. ഇലക്ഷൻ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടായാൽ ഇലക്ഷൻ മാറ്റി വെക്കും. ഭാനുവിടെ വിളിച്ചിട്ട് കിട്ടുന്നില്ല സാർ. കൊല്ലപ്പെട്ടിരിക്കുന്നത് ജില്ലാ സെക്രട്ടറിയാണ്. ആയിക്കര കത്തും. അഡീഷണൽ ഫോഴ്സ് സാറിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ്. അത് നന്നായി. അതെ, കിട്ടുന്നുണ്ടെ കുറച്ചുപേരെയും കൂടെ വിളിച്ചോ. ഇപ്പോൾ കിട്ടിയ വാർത്ത, അമ്പാടി മോഹനൻ കൊല്ലപ്പെട്ടു. കൊലപാതകം ആയിരക്കണക്കിന് കാണികൾക്ക് മുന്നിൽ. ആരും തന്നെ വെടിവെച്ച് കേട്ടിട്ടില്ല എന്നതിനാൽ സൈലൻസർ ഘടിപ്പിച്ച തോക്കിൽ നിന്നാവാം വെടിയുതിർത്തത് എന്നാണ് പോലീസിന്റെ നിഗമനം. സംഭവ സമയത്ത് ഫസ്റ്റ് ക്ലാസ് ഗാലറിയിലെ രാമനുണ്ണിയുടെ സാന്നിധ്യം CDP പ്രവർത്തകരിൽ സംശയം ജനിപ്പിച്ചിട്ടുണ്ട്.
നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം മൃതശരീരം പോലീസ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. ഫോറൻസിക് വിദഗ്ധരുടെയും ബാലിസ്റ്റിക് വിദഗ്ധരുടെയും സാന്നിധ്യത്തിൽ പോലീസ് സർജന്റെ നേതൃത്വത്തിലുള്ള ഡോക്ടർമാർ ഇന്ന് രാത്രി തന്നെ പോസ്റ്റ്മോർട്ടം നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ CDP സംസ്ഥാന സെക്രട്ടറി പി സുഗതൻ സംഭവ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹം പ്രവർത്തകരുമായി ദുഃഖം പങ്കുവയ്ക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ഇത് തികച്ചും ആസൂത്രിതമായ ഒരു കൊലപാതകമാണ്. ഇത് പാർട്ടി നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടും. പാർട്ടി പ്രവർത്തകർ ആരിൽ നിന്നും തന്നെ വികാരപരമായ പ്രതികരണങ്ങൾ ഉണ്ടാകരുതെന്ന് കീഴ്ഘടകങ്ങളോട് കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാളെ സംസ്ഥാന വ്യാപകമായി തികച്ചും സമാധാനപരമായി ഹർത്താൽ നടത്താൻ പാർട്ടി തീരുമാനിച്ചു. ബാലിസ്റ്റിക് വിദഗ്ധർ എത്തിയിട്ടുണ്ട്. അവർ സംഭവ സ്ഥലം വിശദമായിട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാഥമിക നിഗമനങ്ങളിൽ നിന്നും ഇതൊരു രാഷ്ട്രീയ കൊലപാതകമായിട്ട് കാണാൻ കഴിയില്ല. ഇത്രയും ജനങ്ങളുടെ മുമ്പിൽ വെച്ച് അത്രയേറെ സൂക്ഷ്മതയോടെയാണ് കൊല നടത്തിയിരിക്കുന്നത്. സർ, ഇതൊരു രാഷ്ട്രീയ കൊലപാതകമല്ലെന്ന് പറയാനുള്ള കാരണം ഊഹാപോഹങ്ങൾ വെച്ച് അടിസ്ഥാനരഹിതമായ കാര്യങ്ങളൊന്നും മീഡിയ സ്പ്രെഡ് ചെയ്യുക. ഇലക്ഷൻ മാറ്റിവെക്കാൻ സാധ്യതയില്ലെന്ന്, യാതൊരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാവില്ലെന്ന് ഹോം മിനിസ്റ്ററും പാർട്ടി സെക്രട്ടറിയും ഇലക്ഷൻ കമ്മീഷൻ ഉറപ്പ് കൊടുത്തു. അവർക്ക് കിട്ടിയ സഹതാപതരംഗം വേസ്റ്റ് ആക്കണ്ടല്ലോ. ഇലക്ഷൻ മാറ്റി വെച്ചിരുന്നെങ്കിൽ ഉണ്ടല്ലോ ചെയ്ത പണിയെല്ലാം വേസ്റ്റ് ആയി പോയനെ. എന്നാലും ഈ മോഹനെ ആരായിരിക്കും കൊന്നത്? കൊന്നത് മോഹനെ ആണെങ്കിലും ലക്ഷ്യം ഞാനാ TC. ഇരിക്ക്. ഇപ്പൊ 2-3 ചോദ്യങ്ങൾ മാത്രം, വിശദമായിട്ട് പിന്നെ. 10 ദിവസം മുമ്പുള്ള ഒരു ഇൻസിഡന്റ് മീഡിയക്കാരുടെ മുമ്പിൽ അന്ന് അയാളത് നിഷേധിച്ചതാണ്. സഖാവ് രാജേന്ദ്രന് നേരെ രാമനുണ്ണി ഒരു തോക്ക് ചൂണ്ടിയെന്ന് അറിയാലോ. സത്യത്തിൽ അത് സംഭവിച്ചാണോ? അതെ സാർ. ഇത് ഞാൻ മോഹന് നേരെയും ചൂണ്ടും, അത് പൊട്ടിക്കാനായിരിക്കും എന്നൊരു വാചകം അതുണ്ടായോ? സാർ, അത് അപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. ശരിയാണ്, പറഞ്ഞു. ഓക്കെ, റിപ്പോർട്ടർ ചാനലിലെ ഗസ്റ്റ് റൂമിനകത്ത് വെച്ച് മോഹനുമായിട്ട് സാർ യാതൊരു പ്രൊവോക്കേഷനും ഇല്ലാണ്ടാണ് അയാൾ എന്നെ ചവിട്ടി പുറത്തിട്ടത്. എല്ലാവരും കണ്ടാണ്. അകത്ത് നിങ്ങൾ 2 ആളും മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അകത്ത് നടന്ന ആരും കണ്ടില്ലല്ലോ. സഖാക്കളെ, ഒരു രക്തസാക്ഷിത്വത്തിനും നമ്മൾ മറുപടി കൊടുക്കാതിരുന്നിട്ടില്ല. അതൊരു നയമൊന്നുമല്ല, വികാരമാണ്. ആ വൈകാരികമായ സംഘബോധമാണ് പാർട്ടിയുടെ അടിത്തറ. ലാൽ സലാം സഖാവേ. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്. സെക്കൻഡ് റോയിലെ ഈ 2 സീറ്റുകളിലായിരുന്നു രാമനുണ്ണിയും തോമസ് ചാക്കോയും. ഇതൊരു .32 ബുള്ളറ്റാണ്. ബൈ ഇലക്ഷന്റെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ജില്ലയിലെ എല്ലാ ലൈസൻസ്ഡ് തോക്കുകളും ADMന് മുന്നിൽ സറണ്ടർ ചെയ്തിരിക്കുകയാണ്, രാമനുണ്ണിയുടെ തോക്കൊഴികെ. ഇത് വെറുമൊരു രാഷ്ട്രീയ കൊലപാതകമല്ല, പേഴ്സണൽ വെഞ്ചൻസ് ആണ് റീസൺ. അതിന് സോളിഡായിട്ടുള്ള 3 പ്രയോർ ഇൻസിഡൻസ്, അത് കൊറാബറേറ്റ് ചെയ്യുന്ന 12 സാക്ഷികളുടെ മൊഴികൾ, സഫീഷ്യൻറ്റ് ആൻഡ് കൺക്ലൂസീവ് എവിഡൻസ് ഒക്കെയുണ്ട്. അത് മാത്രമല്ല, ഈ തോക്കിൽ 2 പേരുടെ പാംപ്രിന്റുകളുണ്ട്, രാമനുണ്ണിയുടെയും തോമസ് ചാക്കോയുടെയും. ഇതിനൊക്കെ പുറമെ ഇത് ഫസ്റ്റ് ക്ലാസ് ഗാലറിയിൽ നിന്ന് പോലീസ് കണ്ടെടുത്ത ഒരു സോഫ്റ്റ് ഡ്രിങ്ക് ക്യാൻ. ഇത് തോക്കിൽ ഘടിപ്പിക്കാവുന്ന ഒരു സൗണ്ട് സപ്രസറാണ്, ഐ മീൻ സൈലൻസർ. ഒരു സോഫ്റ്റ് ഡ്രിങ്ക് ക്യാൻ വെച്ച് ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു സൈലൻസർ. ഇന്റർനെറ്റിൽ പല സൈറ്റുകളായി കിടപ്പുണ്ട്, ചിത്രങ്ങളടക്കം ഇതിന്റെ നിർമ്മാണത്തിൽ. അതിൽ രാമനുണ്ണിയുടെയും തോമസ് ചാക്കോയുടെയും വിരലടയാളമെല്ലാം കണ്ടെത്തിയിട്ടുണ്ടോ സാർ? സംഭവത്തിന് ശേഷം ഫസ്റ്റ് ക്ലാസ് ഗാലറിയിൽ തിങ്ങിക്കൂടിയ ജനക്കൂട്ടം ചവിട്ടി ചതക്കപ്പെട്ട നിലയിലാണ് ഇത് കണ്ടെത്തിയത്. അതിവിദഗ്ധമായിട്ടാണ് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് പ്രതികൾ രക്ഷപ്പെട്ടത്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ പരിചിതമായ സ്വന്തം മുഖം അധിക നേരം ഒളിച്ചു വെക്കാൻ രാമനുണ്ണിക്കാവില്ല. അതുകൊണ്ട് തന്നെ അറസ്റ്റ് ഉടനെ ഉണ്ടാവും. ദാറ്റ്സ് ഓൾ. ഒരു ബുള്ളറ്റ് അതെങ്ങനെ തോക്കിന്ന് മിസ്സായി? തോക്ക് വീട്ടിലായിരുന്നില്ലേ? ഉണ്ട മാറ്റി നിന്റെ തള്ള തന്നെ ആയിരിക്കും. അങ്ങനെയാണ് ആദ്യം സംശയിക്കേണ്ട നിന്നെ അല്ലടാ. നിന്റെ കയ്യിലല്ലാണ്ട് ഞാൻ വേറെ ആരുടെങ്കിലും തോക്ക് കൊടുത്തണ്ടോടാ? ഓ അങ്ങനെ ശരി. എങ്ങോട്ടാ? പോലീസ് എന്നെ അറസ്റ്റ് ചെയ്യട്ടെ, ചോദ്യം ചെയ്യട്ടെ. തോക്കിൽ എന്റെ ഫിംഗർ പ്രിന്റ് എങ്ങനെ വന്നു? അതല്ല അവർക്ക് അറിയേണ്ടത്. അതിനുള്ള ഉത്തരവാണ് നീ ഇപ്പൊ പറഞ്ഞത്.
സഹാക്കന്മാർ തന്നെ പലതവണ കണ്ടിട്ടില്ലേ നീ എനിക്ക് തോക്ക് കൈമാറുന്നത്? പിന്നെ ഞാൻ എന്തിനു വിളിച്ചിരിക്കണം? നീ മാറ്. ഇപ്പൊ ഞാൻ ഇറങ്ങിയില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. നീ മാറി. അവിടെ പോയി ഇരിക്കടാ. തന്തയുടെയും തറവാടിന്റെ ഒന്നും അഡ്രസ് ഇല്ലാത്തോണ്ടാ ഈ 15 കൊല്ലം പാർട്ടിയിലെ സകല അവന്മാർക്കും ഇപ്പൊ കയറി വന്ന നിനക്കടക്കം വിടുപണി ചെയ്യേണ്ടി വന്നത്. പക്ഷെ അത് എനിക്കും നാളെ ഒരു ദിവസം വരുമെന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാ. അതിങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് ആർക്കാനും വേണ്ടി ഓടുകണ്ട. നീ മാറി. നീ ഒരു മറ്റടത്തേക്കും പോണില്ല. ഇത് എനിക്കുള്ള ട്രാപ്പാ. എടുത്തുന്നായാലും വലത്തുന്നായാലും. കൊല നടന്ന് 14 മണിക്കൂറിനകം പോലീസ് ഇത്രയ്ക്ക് കൺക്ലൂസീവ് എവിഡൻസുമായിട്ട് പ്രതികളെ തീരുമാനിച്ചിട്ടുണ്ടോ ഇന്ന് വരെ കേരളത്തില്? ഇപ്പൊ നീ ഇറങ്ങിയ നിന്നെ കൊണ്ട് ആവശ്യമുള്ളത് മുഴുവൻ അവര് പറയിപ്പിക്കും. നീ മാപ്പ് സാക്ഷി. അതാണല്ലോ നിനക്ക് സേഫ്. പറഞ്ഞല്ലോ നിന്റെ രാഷ്ട്രീയ ഭാവി എനിക്ക് ജീവപര്യന്തം. 2-3 വർഷം കഴിഞ്ഞ് പരോളിലിറങ്ങും. ഇറങ്ങിയ കട്ടൻ പേസ്റ്റ് അവന്മാര് വെട്ടി തേച്ചു കളയും. ജീവിച്ചു വളർന്ന് ഇവിടെ ചരിത്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. എന്റെ തന്റെ പോലെ കത്തിക്ക് തീരാൻ എനിക്ക് മനസ്സിലടാ. ഊരിപ്പോവാൻ നോക്കിയ കൊച്ചക്ക അറക്കുന്നതിന് ഞാൻ. പോളിംഗ് തീരണവരെ CDP-ക്കാരനങ്ങൂല. അവർക്ക് ഈസി വാക്ക് ഓവർ അല്ലേ? എന്താ NSPയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി കൊലയാളി ഒളിവിൽ. എലക്ഷൻ കഴിഞ്ഞ പ്രസിഡന്റ് NSP-ക്കാരുടെ വീട് കയറിയുള്ള വേട്ടയായിരിക്കും. ഞാൻ ഒന്നുകൂടെ പറയുക, NSP സപ്പോർട്ട് ചെയ്യുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി മാത്രമാണ് രാമനുണ്ണി. ആ സപ്പോർട്ട് അങ്ങോട്ട് പിൻവലിക്കുക. എന്തായാലും തോക്കും. അപ്പൊ പിന്നെ തടിയും മാനവും രക്ഷിക്കാൻ ഇപ്പൊ ഇതേ ഉള്ളൂ മാർഗം. അടിയടാ. NSP സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന അഡ്വക്കേറ്റ് രാമനുണ്ണിക്ക് കൊടുത്തിരുന്ന പിന്തുണ നിരുപാധികം പിൻവലിക്കുകയും NSPയുടെ പരിപൂർണമായ പിന്തുണ ഇദ്ദേഹത്തിന് സുമേഷനായിരിക്കുമെന്നുള്ള വിവരവും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഹലോ, ഒരു മിനിറ്റ്. ഞാൻ അവരെയും കൊണ്ടാ വരുന്നേ. വൈകിട്ട് പുറപ്പെടും. അജയ്, ക്യാമറകളെല്ലാം പെർഫെക്റ്റ്ലി കൺസീൽഡ് ആയിരിക്കണം. ഒന്നുപോലും അവരുടെ കണ്ണിൽ പെടരുത്. പിന്നെ മൊബൈൽ ജാമർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ മുക്കിലും മൂലയിൽ നിന്ന് ചെക്ക് ചെയ്യണം. ഒരു കാരണവശാലും അവർക്ക് സിഗ്നൽ കിട്ടാൻ പാടില്ല. ഡിഷ് ആന്റിനെ TV-കളൊക്കെ ഉടനെ എടുത്ത് മാറ്റിക്കും. വി ആർ ഗോയിങ് ടു റോക്ക് ഡിയർ. ബൈ. എന്തായാലും ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി മധുരത്തിനുണ്ടാക്കിക്കൂടെ? TC ഇത് ആര്? മാരത്തെ ചന്ദ്രികയല്ലേ? എന്താ മോളെ ബ്ലൗസ് ഒന്നും ഇടാതെ? നിനക്ക് ഞാനൊരു ബ്ലൗസ് തുന്നി വെച്ചിട്ടുണ്ട്. എന്നാ പിന്നെ മുഖത്തൊരു ഉണക്കുമുന്തിരിയും കൂടെ ഒട്ടിച്ചു വെക്കും, പ്രേം നസീറിനെ പോലെ. അപ്പൊ പിന്നെ ആർക്കും മനസ്സിലാവൂല. ഡോ, ഇവിടുന്ന് എങ്ങനെയെങ്കിലും കിടക്കാൻ നോക്കണോ പിശാശേ? ദാ ചെന്നേ ആ മുഖത്ത് മുടിയിലേക്ക് എന്തെങ്കിലും വൃത്തിയോട് കാണിച്ചു വെച്ച്. ഇനി ഞാൻ കൂടെ വൃത്തിയേടാവണോ? ഈ കോലത്ത് കൊണ്ടുപോകാൻ പറ്റിയെങ്കിൽ കൊണ്ടുപോയാൽ മതി. അല്ലെ ഞാൻ പോയി പിടി കൊടുക്കാം. പോലെ അല്ല അടിക്കട്ടെന്ന് ഒളിച്ചിരിക്കുക. ഇനി ഒരു മേക്കപ്പ്. രാമനുണ്ണിയുടെ നോട്ട് ഞാൻ വക്കീലിന് മെയിൽ ചെയ്തിട്ടുണ്ട്. ആദ്യം സെഷൻസിൽ ഫയൽ ചെയ്യാം. നാളെ തന്നെ മൂവ് ചെയ്യും. സെഷൻസ് തള്ളൂന്നുള്ളത് ഉറപ്പാ. സെക്കൻഡ് ചാൻസ് ഹൈക്കോടതിയാ. തേർഡ് ചാൻസ് സുപ്രീം കോടതിയിലും. മുൻകൂർ ജാമ്യം കിട്ടുമെന്ന് വിചാരിച്ചാണോ ഒളിച്ചിരിക്കാൻ പോകുന്നത്? ബെസ്റ്റ്. ഈ കുരുക്കഴിച്ചെടുക്കാൻ എനിക്ക് കുറച്ച് സമയം വേണം. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. പിന്നെ ഞാൻ ഇതിനോട് വക്കീലാന്ന് പറഞ്ഞിരിക്കും. അപ്പൊ വക്കീലും ആണോ? അതെ, മാരാത്തെ ചന്ദ്രിക എത്തി. തുടങ്ങിയോ കലാപരിപാടികളൊക്കെ? അടിച്ചേക്കല്ല കൊച്ചു കുടിച്ചു പറ്റിക്കും. ടച്ചിങ്സ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടോ മോളെ? ടച്ചിങ്സ് ഒന്നുമില്ല രാമനുണ്ണി. ഇത് നമ്മുടെ പേഴ്സണൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി. ഇനി ഈ മൊബൈലുകളിൽ മാത്രമായിരിക്കും കോൺടാക്ട്. ഇതിൽ സിം ഇട്ടിട്ടുണ്ട്. എൻ്റെ പുതിയ നമ്പർ സേവ് ചെയ്തിട്ടുണ്ട്. ഉടനെ പുറപ്പെടണം. അയ്യേ, ജീൻസ്, ബനിയൻ, കളസം. ഈ സാമാനം ഒന്നും ഞാൻ ഇടില്ല കേട്ടോ. ഇതൊക്കെ ഇട്ട് ആരെങ്കിലും എന്നെ കണ്ടാൽ തീർന്നു എന്റെ രാഷ്ട്രീയ ഭാവി. ഇതിലും വേറെ ഞാൻ പിടി കൊടുക്കുന്നതാ. ഇവിടുന്ന് കടന്ന് മംഗലാപുരം കഴിഞ്ഞു കിട്ടണം. അതുവരെ എന്റെ കാറിൽ പോണത് അപകടമാ. മംഗലാപുരം കടന്നിട്ട് ഞാനൊരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. താനെന്തിനു പുതിയ വഴി കണ്ടുപിടിക്കുന്നത്? കോഴിക്കോട്, തലശ്ശേരി, കണ്ണൂർ, കാസർഗോഡ്, മംഗലാപുരം ആ വഴിയില്ലേ ഒരു കൊളംബസ് വന്നിരിക്കുന്നത്. എക്സാക്ട് ആയിട്ട് ഈ സ്ഥലം എവിടെയാ? ഈ സ്ഥലം അറിഞ്ഞൂടെ? ഇത് ഈ മാധവൻ സാറിന്റെ വീടാണ് അല്ലേ മോളെ? ഭയങ്കര വെള്ളമാണല്ലോ.
ഗോവ മഹാരാഷ്ട്ര ബോർഡറിലാണ് സ്ഥലം. നമ്മൾ ഗോവ എത്തിയോ? ഞാൻ പാസ്പോർട്ട് ഒന്നും മിണ്ടായിരടോ. ഫ്രിഡ്ജിൽ മോരിരിപ്പുണ്ട്, കലക്കി കൊടുക്ക്. ഓർക്കയിൽ മോറൊഴിച്ചിരിക്കാൻ ബെസ്റ്റ്. എടുത്തിട്ടോ. ഗോവ മഹാരാഷ്ട്ര ബോർഡറിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഇന്റീരിയർ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ബീച്ച് റിസോർട്ട്. അയ്യോ, അപ്പൊ അവിടെ വർക്കേഴ്സ് ഉണ്ടാവില്ലേ? വർക്കേഴ്സ് ഉണ്ടാവാണ്ട് പിന്നെ റിസോർട്ട് ഉണ്ടാവോടോ? പേടിക്കണ്ട, അവിടെ എല്ലാവരും മറാഠികളും ഗോവൻസും. ഗോവൻസ് നല്ല അടികാരാ. പിന്നെ അവിടെ യാതൊരു കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസും ഇല്ല. ലാൻഡ് ഫോൺ ഇല്ല, മൊബൈലിന് റേഞ്ച് ഇല്ല. വാട്സപ്പ് ഉണ്ടാവുമല്ലോ. പിന്നെ 28 കിലോമീറ്റർ മാറിയ ഒരു ടൗൺ ഉണ്ട്. അവിടെ വിവരം ഉണ്ടോ? അതില്ലാണ്ട് എനിക്ക് പറ്റില്ല. അല്ല, നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ അറിയാം? കാര്യങ്ങൾ അറിഞ്ഞിട്ട് ഒൽത്താൻ പോലെ. ഒന്നും മിണ്ടായിരടോ.